ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് മോഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ് വരേക്ക് നമ്മൾ മൈക്രോ സെൻസേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. അതിൽ തന്നെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതാണ് ഇത്രയും നമുക്ക് ലെങ്തിയർ ആയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് മൈക്രോ ആക്ച്വേഷൻസ് ആണ്. നമുക്ക് അടുത്ത മൈക്രോ ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. ഈ മൈക്രോ ആക്ച്വേഷൻ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെ മൈക്രോ ആക്ച്വേറ്റേഴ്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മൈക്രോ ആക്ച്വേഷൻ മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് മൈക്രോ ആക്ച്വേഷൻ? നമുക്ക് ആക്ച്വേറ്റർ ആയിട്ട് നമുക്കിപ്പോൾ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കൊടുക്കുന്നതാണ് ആക്ച്വേഷൻ എന്ന് പറയുന്നത്. പറഞ്ഞാൽ ഒന്നിലെ ലെങ്തിയർ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സർക്കുലർ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കിപ്പോൾ മൈക്രോ വാൽവ് ഓപ്പൺ ആവണം. അപ്പോൾ നമ്മൾ പറഞ്ഞു പേസ് മേക്കർ നമ്മുടെ ഇതിലുണ്ടെന്ന് പറഞ്ഞു, നമുക്ക് ആ ബ്ലഡ് മൂവ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങൾ നമുക്ക്, അപ്പോൾ അവിടെ ഒരു വാൽവ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് മൈക്രോ വാൽവാണ്. അപ്പോൾ ആ ബ്ലഡ് നമുക്ക് പോകാൻ വേണ്ടിയുള്ള ആ ഒരു വാൽവ് ഓപ്പൺ ആവാനും ഇതുമാക്കാനും നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ ആക്ച്വേഷൻ പ്രിൻസിപ്പിൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കുറച്ച് പ്രിൻസിപ്പൽ മെത്തേഡിലൂടെ നമ്മൾ നോക്കി പോവുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡിലേക്ക് പോകാം. നമുക്ക് മൈക്രോ ആക്ച്വേറ്റേഴ്സിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ആദ്യത്തേത് പറയുന്നത് ആക്ച്വേഷൻ യൂസിങ് തെർമൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ MOSലെ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ നമുക്ക് ഓരോ മെറ്റീരിയലിനും ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഓരോ രീതിയിൽ ബിഹേവ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ തെർമൽ സ്ട്രെസ്സസ്, തെർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള കാൽക്കുലേഷൻ നിങ്ങൾ MOSൽ ചെയ്തിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ആ MOSൽ പഠിക്കുമ്പോൾ തന്നെ ഒരു രണ്ട് മെറ്റീരിയൽ ഒന്നിച്ച് ഒരൊറ്റ സിംഗിൾ പീസായിട്ട് യോജിപ്പിച്ചതിന് ശേഷം താഴെ ഹീറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണോ എന്നുള്ളതിൻ്റെ ഇതൊക്കെ നിങ്ങൾ എക്സാമ്പിൾ അതിൽ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അത് നിങ്ങൾ ബൻസാൽ ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ അവിടെ ആ ബുക്കിൽ എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മയുടെ ബ്രാസും കോപ്പറും ആണ് അവിടെ എടുത്തിരിക്കണമെന്ന് തോന്നുന്നു. അത് പറഞ്ഞാൽ ബ്രാസിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ ചുരുങ്ങാനുള്ള പ്രോപ്പർട്ടിയാണ് ഉണ്ടാവുക. പറഞ്ഞാൽ അതിൽ ചൂട് തട്ടുമ്പോൾ ചെറുതാവുകയും, നമ്മൾ പോളിമറിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചുരുങ്ങി വരുന്നത്, നമ്മൾ പ്ലാസ്റ്റിക്കിലൊക്കെ കാണുന്ന പോലെ ചുരുങ്ങാനുള്ള പ്രോപ്പർട്ടിയും, കോപ്പറിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് അത് വലുതാവാനുള്ള പ്രോപ്പർട്ടിയാണ് കാണിക്കുക. അപ്പോൾ അത് രണ്ടും ഒന്നിച്ച് യോജിപ്പിച്ചതിന് ശേഷം ഹീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പർ വലുതാവാൻ ശ്രമിക്കുമ്പോൾ ബ്രാസ് കോപ്പറിനെ പിടിച്ച് താഴ്ത്താനും, ബ്രാസ് ചെറുതാവാൻ നോക്കുമ്പോൾ കോപ്പർ എന്ത് ചെയ്യും, ബ്രാസിനെ പിടിച്ചിട്ട് ചെറുതാവാതെ പിടിച്ചു നിർത്താനും ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ബെൻഡാവും. അതെന്ന് പറഞ്ഞാൽ ഒന്ന് ചുരുങ്ങാനും ഒന്ന് വലുതാവാനും ശ്രമിക്കും, പക്ഷേ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, അത് ബെൻഡാവും. ഈ ബെൻഡാവുമ്പോൾ അതൊരു നമുക്ക് ആക്ച്വേഷനാണ്. ഈ ബെൻഡിങ്ങിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വാൽവ് ഓപ്പൺ ചെയ്യാനോ വാൽവ് ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ച്വേഷൻ മൂവ്മെൻറ്റ്, ഇപ്പോൾ ഇങ്ങനെ ഇത് വരുമ്പോൾ നമുക്കൊരു സ്വിച്ച് ഓണ്, ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഇലക്ട്രിക്കൽ ഒരു 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 എന്താ പറയുക, ഒരു ടെർമിനൽ വെക്കുന്നു, ഇവിടെ ഒരു ടെർമിനൽ വെക്കുന്നു. ഇത് രണ്ടും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ആക്ച്വേഷൻ നമുക്ക് ഇതാക്കിക്കൊണ്ട് ഇതിൽ ഇലക്ട്രിക്കൽ സപ്ലൈ നമുക്ക് ആ സമയത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ മെത്തേഡാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് രണ്ട് മെറ്റീരിയൽ ഉണ്ടാവും ഈ തെർമൽ ഫോഴ്സസ് വെച്ച് ചെയ്യുമ്പോൾ. ഒരു ഫോഴ്സിന് ചെറുതാവാനും ഒരു ഫോഴ്സ് വലുതാവാനുമാണ് ശ്രമിക്കുക ഹീറ്റ് കൊടുക്കുമ്പോൾ. അങ്ങനെ അത് നമ്മൾ എന്ത് ചെയ്യും, ഇത് ചെറുതാവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് പിടിച്ച് ഇതിനെ ചെറുതാവണ്ട എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തും. ഇത് വലുതാവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനെ വലുതാവണ്ട എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തും. ആ സമയത്ത് ഇത് ബെൻഡ് ആവുകയാണ് ചെയ്യുക. ആ ബെൻഡിങ്ങിൽ നിന്ന് നമുക്കൊരു ആക്ച്വേഷൻ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാമെന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, തെർമൽ ആക്ച്വേഷൻ ഓഫ് ഡിസ്സിമിലർ മെറ്റീരിയൽ. അവരെ രണ്ട് ബിഹേവിയർ അല്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആക്ച്വേഷൻ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഷേപ്പ് മെമ്മറി അലോയ്സ് ആണ്. ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഷേപ്പ് മെമ്മറി അലോയ്സ് നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ടാവണം. MMEയിൽ മെറ്റലർജിയിൽ ഈ നിങ്ങളിപ്പോൾ ബെഡൊക്കെ ഇപ്പോൾ നമ്മൾ മെമ്മറി ഫോം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഷൂസിലൊക്കെ ഇപ്പോൾ സ്കെച്ചേഴ്സിൻ്റെ ഷൂസ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ മെമ്മറി ഫോമാണ് അതിൻ്റെ സോള് നമ്മൾ പറയാറുണ്ട്. നമ്മളെങ്ങനെയാണോ നമ്മൾ കാലിൻ്റെ ഷേപ്പ്, ആ ഷേപ്പിലേക്ക് അത് മാറുകയും അത് ഓർത്ത് വെക്കും എന്നിട്ട് ആ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കടയിൽ പോയാൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ, പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അതുപോലെ ഒരു മെറ്റീരിയൽ ഉണ്ട് നൈറ്റിനോൾ എന്നൊക്കെ പറയുന്ന ടൈറ്റാനിയം നിക്കലും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. അതിനെയാണ് നമ്മൾ ഷേപ്പ് മെമ്മറി അലോയ് എന്ന് പറയുക. ടൈറ്റാനിയം നിക്കൽ, അതുപോലെ നിറ്റിനോളർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ നിറ്റിനോൾ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്തിട്ട് ശ്രദ്ധിച്ചോളൂ, ഹീറ്റ് ചെയ്തതിന് ശേഷം
നമ്മൾ ഏത് ഷേപ്പിലേക്ക് കൊടുക്കുന്നോ, ഓക്കെ, അത് ഏത് ഷേപ്പാണോ ആ ഷേപ്പ് അത് ഓർത്ത് വെക്കും. ഓക്കെ, ഹീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു ഒറിജിനൽ ഷേപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഹീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലേക്ക് വന്നിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഒരു ഷേപ്പ് ഉണ്ടാവുമല്ലോ, ആ ഷേപ്പിലേക്ക് അത് മാറുക ചെയ്യും. അതാണ് ഷേപ്പ് മെമ്മറി അലോയ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഷേപ്പിലേക്കാണോ ഹീറ്റായിട്ടിരിക്കുമ്പോൾ ഏത് ഷേപ്പിലേക്കാണോ കൊടുത്തത് അത് ഓർത്ത് വെക്കുകയും ഹീറ്റ് റിമൂവ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ എങ്ങനെയാണോ ഉണ്ടായത് അതിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇനി നമ്മൾ എപ്പോഴൊക്കെ അതിന് ഹീറ്റ് കൊടുക്കുന്നോ നേരത്തെ ഏത് ഷേപ്പാണോ നമ്മൾ കൊടുത്തത് ആ ഷേപ്പിലേക്ക് അത് പോവുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ആ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വാൽവ് ഓപ്പൺ ആവാൻ വേണ്ടി നമുക്ക് ഈ സമയത്ത് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് പോകാം. അപ്പോൾ അവിടെ വാൽവ് ഓപ്പൺ ചെയ്യിക്കാം, വാൽവ് ക്ലോസ് ചെയ്യിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ആക്ച്വേഷൻ മെത്തേഡ് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കുന്ന ഒരു മെറ്റീരിയലാണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ. നമ്മളതിലേക്ക് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എലോങ്ങേറ്റ് ആവാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് പീസോ ഇലക്ട്രിക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് ഒന്നിൽ നീളം കൂടുകയോ അല്ലെങ്കിൽ ഈ ഒരു വിഡ്ത്തിൽ ചേഞ്ചസ് ഉണ്ടാവുകയോ ചെയ്യും. ഇത് വെച്ചിട്ട് നമുക്ക് ആക്ച്വേഷൻസ് നമുക്ക് അച്ചീവ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് വെച്ചിട്ടാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്, നമ്മുടെ മാഗ്നറ്റിക് പോലുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അട്രാക്ഷൻ ഉണ്ടാവും. ഈ അട്രാക്ഷനിലൂടെ നമുക്ക് ഈ അട്രാക്ഷനും റിപ്പൾഷനിലൂടെ നമുക്ക് ആക്ച്വേഷൻസ് നമുക്ക് അച്ചീവ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുക ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് വെച്ചിട്ട്. സോ ഇത്രയേ ഉള്ളൂ നമുക്കിതിൽ പഠിക്കാൻ. ഇത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതി തരാം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ഇത്രയേ നമുക്ക് പഠിക്കാനുള്ളൂ, കാര്യങ്ങൾ പറയാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ഓൺവേർഡ്സിൽ എഴുതുന്നതാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.